ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി ഇതുപോലെ അപ്പുമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സവാള പൊളിച്ചതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഫുള്ളായിട്ട് ഒരു കറിവേപ്പിന് ചോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന് വേണ്ടിയിട്ടുള്ള സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെക്കാറുണ്ട്. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കറിയിലേക്ക് കുറച്ച് കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് ഞാൻ നേരത്തെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മല്ലിയിലയുടെ ചെടിയാട്ടോ. അതിൽ നിന്ന് പറിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ബാക്കി മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറിവേപ്പ്. ആകെ ഒരു ചെറിയ ചെടിയാണെങ്കിലും ഞാൻ എപ്പോഴും ഇതിൽ നിന്ന് തന്നെയാണ് പറിക്കാറ്. അതുകൊണ്ട് ഇത് വേഗം വളരാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം, ഉള്ളിത്തൊലി എല്ലാം ഞാൻ കൊണ്ട് ഇട്ട് കൊടുക്കാറുണ്ട്. നമുക്ക് വേണ്ടയെല്ലാം പറിച്ചിട്ട് ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കി അതും മാറ്റി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പത്തിനുള്ള മാവ് ഉമ്മി രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയിലേക്കുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പത്തിനൂടെ നമ്മൾ ചിക്കൻ ഒന്ന് പൊരിച്ചിട്ടാണ് കറി വെക്കുന്നത്. നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടാണ്ട് നമ്മൾ പാക്കറ്റിൽ അങ്ങനെ ഈ ഒരു മസാലപ്പൊടിയും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയിട്ട് നമുക്ക് ജ്യൂസ് അടിക്കേണ്ട ഷമാമ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ എടുത്തിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് എണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ സവാള വാട്ടിയിട്ട് കറിയും കൂടെ ഉണ്ടാക്കും. അപ്പോൾ ചിക്കൻ പൊരിച്ച് അതേ എണ്ണയിൽ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് നമ്മുടെ സവാള ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. സവാള വാട്ടിയെടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമുക്ക് കുറച്ചൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഡാൽട്ട ഇട്ട് കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് നമ്മുടെ നെയ്ച്ചോറും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഷമാം ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഏലക്കയും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജ്യൂസ് അടിച്ച് ലാസ്റ്റിലേക്ക് ഞാൻ ഈ ഒരു ജ്യൂസിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ കുറച്ച് ജ്യൂസ് എടുത്തൊന്ന് അടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് റെഡ് കളറിൽ ഈ ഒരു ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജ്യൂസിലേക്ക്. ജ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ നാരങ്ങ വെള്ളം കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ 2 നാരങ്ങ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നാരങ്ങ വെള്ളം കൂടെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അല്ലാതെ നാരങ്ങയുടെ ഒരു ജ്യൂസ് ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ചെറിയൊരു പീസ് നാരങ്ങയുടെ തൊണ്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാരങ്ങ വെള്ളം കുറച്ച് പഞ്ചസാര ഒഴിച്ച് അതും കൂടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ സാധാ ചോറും അതുപോലെ തന്നെ അപ്പം ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് സവാള വാട്ടുമ്പോൾ തന്നെ നമുക്ക് സവാള കുറഞ്ഞു ഇത് മനസ്സിലായതുകൊണ്ട് ഉമ്മ വേറൊരു കുക്കറിൽ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടിയ സവാളയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചെടുത്ത ആ ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ കറി അപ്പം റെഡി ആയപ്പോൾ തന്നെ ഉമ്മ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു.